നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശക്തി ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഏകദേശം 3000 വർഷം പഴക്കമുള്ളൊരു അവിശ്വസനീയമായ ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പുരാതനത്വം സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ക്ഷേത്രഘടന രൂപപ്പെടുന്നതിനു മുൻപ് ഈ സ്ഥലം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കാവ് അഥവാ സേക്രഡ് ഗ്രോ ആയി നിലനിന്നിരുന്നു എന്നാണ്. ചക്കുളത്തുകാവ് ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണത്താലാണ് പ്രാദേശികമായും ദേശീയമായും അറിയപ്പെടുന്നത്. മണ്ഡലകാലം പുരുഷന്മാർ ശബരിമല തീർത്ഥാടനത്തിനായി തയ്യാറെടുക്കുന്ന കാലഘട്ടമാണ്. അതേ പ്രാധാന്യത്തോടെയാണ് സ്ത്രീകൾ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തിൽ നടക്കുന്ന ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. ഈ സമയനിഷ്ഠ സ്ത്രീ സമൂഹത്തിന് തങ്ങളുടെ തീർത്ഥാടനവും ഭക്തിയും നിർവഹിക്കുന്നതിനായി ഒരു സമാന്തരവും സമത്വപൂർണവുമായ വേദി നൽകുന്നു എന്ന നിരീക്ഷണം സാധൂകരിക്കുന്നു. ഇത് ഭക്തിമാർഗത്തിൽ സ്ത്രീകളുടെ സജീവമായ പങ്കാളിത്തത്തെയും വ്യക്തമാക്കുന്നു. ചക്കുളത്തുകാവ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലാണ്. പമ്പയാറും മണിമലയാറും കൈകോർക്കുന്ന ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമാണിത്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തികൾ ഇവിടെ മുട്ടിയുരുമുന്നു. കാർഷിക സമൃദ്ധിയുള്ള ഈ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം കാർഷിക വിളകൾ ഉപയോഗിച്ചുള്ള പ്രധാന വഴിപാടായ പൊങ്കാലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ചക്കുളത്തുകാവ് എന്ന പേരിന്റെ ഉത്ഭവം ക്ഷേത്രത്തിന്റെ പ്രാചീന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് ഈ പ്രദേശത്തെ കാട്ടിലെ കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ മധുരം ഉണ്ടായിരുന്നതിനാലാണ് ഈ കുളത്തിന് ചക്കരക്കുളമെന്നും പിന്നീട് ചക്കുളം എന്നും ഒടുവിൽ ചക്കുളത്തുകാവ് എന്നും പേര് ലഭിച്ചത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സ്വഭാവം വനദുർഗാ സങ്കല്പത്തിലാണ്. ദേവി ദുർഗ സ്വയംഭുവായി കിഴക്കോട്ട് ദർശനം നൽകുന്നു. ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ഈ പരാശക്തി 8 കൈകളോട് കൂടിയ ഭഗവതിയുടെ രൂപത്തിലാണ് വിരാജിക്കുന്നത്. ശിവൻ, ഗണപതി, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, നാഗം, ഹനുമാൻ, ആനമരുത, നവഗ്രഹങ്ങൾ, യക്ഷി എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠകളും ചക്കുളത്തുകാവിലുണ്ട്. ഈ വൈവിധ്യമാർന്ന ഉപദേവതാ സങ്കലനം വിവിധ ഹൈന്ദവ ധാരകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ചക്കുളത്തുകാവിലെ പ്രധാന സങ്കല്പം വനദുർഗയാണ്. വനദുർഗാ സങ്കല്പം പ്രകൃതിയുടെ നിയന്ത്രണാതീതമായ എന്നാൽ പോഷണപ്രദമായ ശക്തിയെ സൂചിപ്പിക്കുന്നു. അതേസമയം പ്രതിഷ്ഠ 8 കൈകളോട് കൂടിയ രൂപത്തിലാണ്. അഷ്ടഭുജ ഭഗവതിയുടെ ഈ രൂപം മാതൃദേവതയുടെ സംഹാര സംരക്ഷണ ഭാവങ്ങളെ ഒരേ സമയം പ്രതിഫലിക്കുന്നു. ചക്കുളത്തമ്മയ്ക്ക് കുട്ടികളോടുള്ള വാത്സല്യം പ്രത്യേകം പ്രസിദ്ധമാണ്. ബാലാരിഷ്ടതകൾ മാറുന്നതിനും കുട്ടികളിൽ ബുദ്ധിയും ശ്രദ്ധയും ഉണ്ടാകുന്നതിനും വേണ്ടി ഇവിടെ ഭക്തർ പ്രത്യേക വഴിപാടുകൾ നടത്താറുണ്ട്. ദേവി മാതൃവാത്സല്യത്തിന്റെ പരമമായ രൂപമായി ആരാധിക്കപ്പെടുന്നു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തിലാണ് ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. മണ്ഡലകാലത്ത് വരുന്ന ഈ ദിവസം ദേവിപ്രീതിക്ക് അത്യധികം പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നു. പൊങ്കാലയിടുന്ന ഭക്തർ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവർക്ക് 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസം വ്രതം അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ കുറഞ്ഞത് തലേ ദിവസം ഒരിക്കലെങ്കിലും എടുത്തുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം. വ്രതത്തിൽ ശാരീരിക ശുദ്ധി പോലെ തന്നെ മനഃശുദ്ധിയും പ്രധാനമാണ്. ഈ കാലയളവിൽ പകലുറക്കം, പരദൂഷണം, കലഹം എന്നിവ ഒഴിവാക്കണം. പൊങ്കാലയിടുന്നതിനു മുൻപ് മനസ്സിൽ ദേവിയെ സ്മരിച്ച് അനുവാദം തേടുന്നത് പ്രധാനമാണ്. ക്ഷേത്രത്തിൽ നേരിട്ടെത്താൻ കഴിയാത്തവർക്കും ഈ മാനസികമായ അനുവാദം അത്യന്താപേക്ഷിതമാണ്. പൊങ്കാല അടുപ്പിന് തീ തെളിയിച്ചതിനു ശേഷം മാത്രമേ ഭക്തർക്ക് വെള്ളം കുടിക്കാൻ പാടുള്ളൂ. നിവേദ്യം തയ്യാറാക്കിയ ശേഷമേ ഭക്ഷണം കഴിക്കാവൂ. കുടുംബത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉള്ളവർ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കണം. പൊങ്കാല സമർപ്പണം എന്നത് ഭക്തർ തങ്ങളുടെ ജീവിതത്തിലെ സർവസ്വവും ദേവിക്ക് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവം ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ത്രീ തീർത്ഥാടന കേന്ദ്രമാണ്. പുലർച്ചെ 3-ന് ക്ഷേത്ര ദർശനം ആരംഭിക്കുന്നു. പൊങ്കാലയുടെ പ്രധാന ചടങ്ങ് തീ തെളിയിക്കലാണ്. പുലർച്ചെ ശ്രീകോവിലിലെ മൂലബിംബത്തിൽ കത്തിച്ചെടുത്ത ദീപം കൊടിവിളക്കിലേക്ക് പകർന്ന് തുടർന്ന് കൊടിമര ചുവട്ടിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് കൈമാറി തീ തെളിയിക്കുന്നു. ഇത് ദേവി സ്വയം പൊങ്കാലയെ സ്വീകരിക്കുന്നതിന്റെ തുടക്കമാണ്. പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. നീരേറ്റുപുറം മുതൽ തിരുവല്ല, ചെങ്ങന്നൂർ, പൊടിയാടി, മാവേലിക്കര, എടത്വ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലേക്ക് 20 കിലോമീറ്റർ ദൂരം വരെ പൊങ്കാല അടുപ്പുകൾ നിരക്കുന്നു. ഈ ഉത്സവം ഒരു ക്ഷേത്രവളപ്പിലെ ചടങ്ങ് എന്നതിലുപരി ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ പ്രാദേശിക ജനജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്.
20 കിലോമീറ്ററിലധികം ദൂരത്തിൽ അടുപ്പുകൾ നിരക്കുന്നത് ഈ തീർത്ഥാടനം കേരളത്തിന്റെ തെക്കൻ ഭാഗത്തെ പൊതുജീവിതത്തെയും ഗതാഗതത്തെയും എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. പൊങ്കാല ദിവസം നിരവധി സംഘടനകളും സന്നദ്ധ സേവകരും ഭക്തർക്ക് സൗജന്യ ഭക്ഷണം ഒരുക്കുന്നു. പൊങ്കാല കഴിഞ്ഞു മടങ്ങുന്നവർക്ക് ക്ഷേത്രസമിതിയും സന്നദ്ധ സംഘടനകളും അന്നദാനം നടത്തുന്നു. കേരളത്തിൽ നിലനിൽക്കുന്ന ശക്തി ആരാധനയുടെ 2 പ്രധാന ധാരകളാണ് ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവവും ആറ്റുകാൽ പൊങ്കാലയും. രണ്ടും സ്ത്രീകളുടെ ശബരിമല എന്ന പദവി പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും അവയുടെ ദാർശനികവും ഐതിഹ്യപരവുമായ അടിത്തറയിൽ വ്യത്യാസങ്ങളുണ്ട്. ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവം വൃശ്ചികത്തിലെ തൃക്കാർത്തിക നാളിൽ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ശക്തി ആരാധനയുടെ ഉജ്ജ്വലമായ പ്രകടനമായി നിലകൊള്ളുന്നു. 3000 വർഷം പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം വനദുർഗാ സങ്കല്പത്തിന്റെ, അതായത് മാതൃദേവതയുടെ കരുണയുടെ, അന്നപൂർണ ഭാവത്തിന്റെ എന്നിവയുടെ സംഗമഭൂമിയാണ്. പൊങ്കാലയുടെ ഐതിഹ്യം ദേവിയും ഭക്തനും തമ്മിലുള്ള അനശ്വരമായ ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. കാർത്തിക സ്തംഭം കത്തിക്കൽ പോലുള്ള അനുഷ്ഠാനങ്ങൾ സമൂഹ ശുദ്ധീകരണ ക്രിയയുടെ പ്രാധാന്യം വിളിച്ചോതുമ്പോൾ, നാരീപൂജ നാരീത്വത്തെ ശക്തി സ്വരൂപമായി കണ്ട് ആദരിക്കുന്ന ക്ഷേത്രത്തിന്റെ ദാർശനിക നിലപാട് വ്യക്തമാക്കുന്നു. സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണം ചക്കുളത്തുകാവിനെ കേരളത്തിലെ സ്ത്രീ തീർത്ഥാടനത്തിന്റെ ഒരു നിർണായക കേന്ദ്രമായി ഉറപ്പിക്കുന്നു. പ്രാദേശിക ഭരണകൂടത്തിന്റെ വിപുലമായ പിന്തുണയോടെ നടത്തുന്ന ഈ മഹാസംഗമം കേരളീയ സമൂഹത്തിൽ ഭക്തിക്കും പാരമ്പര്യത്തിനും സ്ത്രീ ശക്തിക്കും നൽകുന്ന അപ്രമാദിത്വപരമായ സ്ഥാനത്തെ അടയാളപ്പെടുത്തുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി.